നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ മുതിർന്ന പ്രവാസികളെയും നഴ്സുമാരെയും ആദരിച്ചു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ അന്താരാഷ്ട്ര തൊഴിലാളി ദിനവും നഴ്സസ് ദിനവും സംയോജിപ്പിച്ചുകൊണ്ട് അസോസിയേഷൻ അംഗങ്ങളായ ബഹ്റൈനിൽ 30 വർഷം പ്രവാസി ജീവിതം പൂർത്തിയാക്കിയ മുതിർന്ന പ്രവാസികളെയും നഴ്സുമാരെയും ആദരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യോഗത്തിൽ മുഖ്യാതിഥിയായ അൽഹിലാൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ അദ്ലിയ ഇന്റേണൽ മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ രാഹുൽ അബ്ബാസ് MBBS ആശംസകൾ അറിയിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട്, വനിതാ വിഭാഗം കോർഡിനേറ്റേഴ്സ് ആതിര പ്രശാന്ത്, അശ്വിനി അരുൺ, അൽഹിലാൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സിജിൻ വി രാജു എന്നിവരും ആശംസകൾ അറിയിച്ചു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീകുമാർ കറ്റാനം, അനീഷ് മാളികമുഖ്, അജിത് എടത്വ, പൗലോസ് കാവാലം, രാജേഷ് മാവേലിക്കര, ശ്രീജിത്ത് ആലപ്പുഴ, അരുൺ മുട്ടം, രാജേശ്വരി ശ്രീജിത്ത്, ചിഞ്ചു നായർ, ആശ മുരളി എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ നന്ദി അറിയിച്ചു. ഹനാൻ ഷാ ആദ്യമായി ബഹ്റൈനിൽ. IYCC ബഹ്റൈൻ യൂത്ത് ഫെസ്റ്റ് 2025 ജൂൺ 27-ന്. ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെ കോൺഗ്രസ് യുവജന കൂട്ടായ്മ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസിന്റെ 10ാമത് യൂത്ത് ഫെസ്റ്റ് ജൂൺ 27-ന് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണ നമ്മൾ ജൂൺ 27-ന് കേരള സമാജത്തിൽ വെച്ചാണ് യൂത്ത് ഫെസ്റ്റ് നടത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുതൽ നാട്ടിൽ നിന്ന് ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ യൂത്ത് ഫെസ്റ്റ് നമ്മൾ വിപുലമാക്കിയിട്ടുണ്ട്. ഇത്തവണ കേരളത്തിലെ അറിയപ്പെടുന്ന ഗായകൻ ഹനാൻ ഷാ ആണ് യൂത്ത് ഫെസ്റ്റ് വേദിയിൽ സംഗീത വിരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത്. കൂടാതെ എത്തവണത്തെയും പോലെ നാട്ടിൽ നിന്ന് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ യൂത്ത് ഫെസ്റ്റ് വേദിയിലെത്തും. യൂത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മൾ മികച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ധീര രക്തസാക്ഷി ഷുഹൈബ് സ്മാരക പ്രവാസി മിത്ര അവാർഡ് പുരസ്കാരം സമ്മാനിക്കാറുണ്ട്. അത് അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറ്. ഇത്തവണയും ആ ഒരു അവാർഡ് നമ്മുടെ യൂത്ത് ഫെസ്റ്റ് വേദിയിൽ വെച്ച് കൈമാറുന്നതായിരിക്കും. 2013 മാർച്ച് 15-ന് രൂപം കൊണ്ട സംഘടന ഗൾഫ് മേഖലയിലും നാട്ടിലും ജീവകാരുണ്യ ആതുര സേവന സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമാണ്. ഇന്ത്യക്ക് പുറത്തു തന്നെ ആദ്യമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് IYCC എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നാട്ടിലും ഇവിടെയുമായി വിവിധ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് തന്നെ IYCC നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ബഹ്റൈനിലെ വിവിധ ലേബർ ക്യാമ്പുകളിലായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ 46 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 18 രക്തദാന ക്യാമ്പുകൾ IYCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട്. ജൂൺ 27-ന് നടക്കുന്ന യൂത്ത് ഫെസ്റ്റ് 2025 പരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള യുവഗായകൻ ഹനാൻ ഷായുടെ സംഗീത നിശ പരിപാടിക്ക് മാറ്റുകൂട്ടും. ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാരുടെ കലാപരിപാടികളും സാംസ്കാരിക സദസ്സും നടക്കും. കേരളത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. ധീര രക്തസാക്ഷി ഷുഹൈബിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഷുഹൈബ് മിത്ര പുരസ്കാരം വേദിയിൽ വച്ച് ഗൾഫ് മേഖലയിലെ മികച്ച സാമൂഹിക പ്രവർത്തകന് സമ്മാനിക്കും. അവാർഡിന് അർഹനായ വ്യക്തിയെ ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി കലാജാഥ സംഘടിപ്പിക്കും. യുവജനങ്ങളെ വിഴുങ്ങുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും അതിനെതിരെയുള്ള അവബോധവും സൃഷ്ടിക്കുന്നതിനായി ലഘുനാടകം കലാജാഥയുടെ ഭാഗമായി സംഘടനയുടെ 9 ഏരിയകളിലും അതാത് പ്രദേശങ്ങളിലെ IYCC ഏരിയ ഭാരവാഹികളുടെ നേതൃത്വത്തിലും യൂത്ത് ഫെസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും നടത്തും. അതാത് ഏരിയകളിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തകരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട ആളുകളുടെ മുന്നിലാകും ചെറുനാടകം അവതരിപ്പിക്കുക. KPCC കലാവിഭാഗമായ കലാസാഹിത്യ രചനയും തിരക്കഥയും എഴുതിയ നാടകമാണ് അവതരിപ്പിക്കുക. കലാസാഹിത്യയുടെ നാടകം ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് അവതരിപ്പിക്കുന്നത്. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂഡ്, യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പരിയാരം,
സബ് കമ്മിറ്റി കൺവീനർമാരായ ഫാസിൽ വട്ടോളി, അൻസാർ താഴ, മുഹമ്മദ് ജസീൽ, നിതീഷ് ചന്ദ്രൻ, ജയഫർ വെള്ളേങ്ങര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ആർട്സ് വിംഗ് കൺവീനർ റിച്ചി കളത്തൂരേത്ത്, മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി സാബു എന്നിവർ നേതൃത്വം നൽകി. FCC റിഫ 12ാം വാർഷികവും ജേഴ്സി പ്രകാശനവും നടത്തി. FCC റിഫ ക്രിക്കറ്റ് ടീം 12ാം വാർഷികവും പുതിയ ജേഴ്സി പ്രകാശനവും സൽമാബാദ് സിൽവർ സ്പൂൺ റെസ്റ്റോറന്റിൽ വെച്ച് നടത്തി. ജേഴ്സി സ്പോൺസർമാരായ അൽ ഇബ്ര കോൺട്രാക്ടിംഗ്, ടവർ ഷെയ്ഡ് ഇന്റീരിയർ, യൂറോ ബേക്സ് പ്രതിനിധികൾ, ടീം മാനേജർ ഷാജു, ക്യാപ്റ്റൻ മുസമ്മിൽ എന്നിവർക്ക് ജേഴ്സി നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ടീം മാനേജർ അധ്യക്ഷനും അനസ് ഔദ്യോഗികനുമായിരുന്ന പരിപാടിയിൽ അംഗങ്ങളായ രാജു, റാഷിദ്, റാഷി എന്നിവർ ആശംസകൾ നേർന്നു. ടീം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മെമ്പർമാർ പങ്കെടുത്ത ചടങ്ങിൽ സിദിൽ സ്വാഗതവും ക്യാപ്റ്റൻ മുസമ്മിൽ നന്ദിയും പറഞ്ഞു. ഗായത്രി വീണയുടെ ശ്രുതി രാഗലയത്തിൽ ഇൻഡോ ബഹ്റൈൻ ഫെസ്റ്റിന് സമാപനം. ബഹ്റൈൻ കേരള സമാജത്തിൽ കഴിഞ്ഞ 2 ആഴ്ചകളിലായി നടന്നുവന്ന ഇൻഡോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ ഫെസ്റ്റ് സമാപിച്ചു. സമാജം ഡയമണ്ട് ഹാളിൽ ജൂബിലി ഹാളിൽ നിറഞ്ഞ ജനാവലിയുടെ മുന്നിൽ പ്രമുഖ സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരിയും ഗായത്രി വാദനത്തോടെയുമാണ് സാംസ്കാരികോത്സവത്തിന് തിരശ്ശീല വീണത്. ഇന്ത്യയുടെ ബഹ്റൈനിലെ സാംസ്കാരിക മുഖമാണ് ബഹ്റൈൻ കേരളീയ സമാജമെന്നും ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സാംസ്കാരിക വിനിമയത്തിന്റെ അടയാളപ്പെടുത്തലുകളായാണ് ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെയും ബഹ്റൈന്റെ 50ാം ദേശീയ ദിനാഘോഷത്തിന്റെയും ഭാഗമായി 2001 ഇൻഡോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ ഫെസ്റ്റിന് തുടക്കം കുറിച്ചതെന്നും സമാപന ചടങ്ങിന്റെ ആമുഖമായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. വരും വർഷങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക സായാഹ്നങ്ങൾ ഒരുക്കുമെന്ന് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ അറിയിച്ചു. ഫെസ്റ്റിന്റെ കൺവീനർ പ്രശാന്ത് ഗോവിന്ദപുരം കലാകാരന്മാരെ സദസ്സിന് പരിചയപ്പെടുത്തി. ഇന്ത്യൻ എംബസിയുടെയും ബഹ്റൈൻ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റ്സിന്റെയും സൂര്യയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച നൃത്ത സംഗീതോത്സവം ഈ മാസം 2-നാണ് ആരംഭിച്ചത്. പ്രമുഖ കർണാടക സംഗീതജ്ഞരായ സന്ദീപ് നാരായണൻ, കുന്നക്കുടി M. ബാലമുരളീകൃഷ്ണ, പ്രശസ്ത മാൻഡലിൻ വാദകനായ U. രാജേഷ്, ബഹ്റൈനിലെ പ്രമുഖ ഗായകൻ മുഹമ്മദ് അസീരി, പ്രശസ്ത നർത്തകരായ മേദിൽ ദേവിക, ആശ ശരത്, ഉത്തര ശരത് എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചത്. വിദേശികളും സ്വദേശികളുമായ നിരവധി പേർ പങ്കെടുത്തു. ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. ലോക സമാധാനത്തിന് ഒന്നിക്കണമെന്ന് ആഹ്വാനം. സമാധാനമുള്ള പുതിയ ലോകത്തേക്ക് നടക്കണമെന്ന ആഹ്വാനവുമായി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയാണ് ലിയോ 14. സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ മാർപ്പാപ്പയുടെ ജന്മനാടായ അമേരിക്കയിൽ നിന്നും കർമ്മമണ്ഡലമായിരുന്ന പെറുവിൽ നിന്നും നിരവധി വിശ്വാസികളാണ് വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തിയത്. പത്രോസിന്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രധാന ബലിവേദിയിലേക്ക് കർദിനാളുമാരുടെ അകമ്പടിയുടെ പ്രദക്ഷിണമായി മാർപ്പാപ്പ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
വാർത്തകളിലേക്ക്. കോഴിക്കോട് കായക്കൊടിയിൽ ഭൂചലനമുണ്ടായതായി നാട്ടുകാർ. കുറ്റ്യാടി പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. കായക്കൊടി എള്ളിക്കാംപാറയിലാണ് ഭൂചലനമുണ്ടായതായി നാട്ടുകാർ പറയുന്നത്. കായക്കൊടി പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഭൂചലനം അനുഭവപ്പെട്ടതായാണ് നിലവിലെ വിവരം. ഇന്നലെ രാവിലെ 7:30 ചെറിയ രീതിയിൽ ഭൂചലനം ആദ്യം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 7:30 വീണ്ടും ഭൂചലനമുണ്ടായി. ഇന്ന് കുറച്ചുകൂടി ശക്തിയിലാണ് അനുഭവപ്പെട്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു. സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ പ്രത്യേക ശബ്ദം അനുഭവപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു. പരിഭ്രാന്തരായ ജനം വീട് വിട്ട് പുറത്തിറങ്ങി. റവന്യൂ ഉദ്യോഗസ്ഥരോട് സ്ഥലത്ത് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. നാളെ വിദഗ്ധ സംഘം പരിശോധന നടത്തും. ED അഴിമതി കേസിൽ വഴിത്തിരിവ്. ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ പ്രതിയായ അഴിമതി കേസിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി പരാതിക്കാരൻ രംഗത്ത്. ഇഡിയിലെ അഡീഷണൽ ഡയറക്ടർ റാങ്കിലുള്ള രാധാകൃഷ്ണനും ഈ കേസിൽ പങ്കുണ്ടെന്ന് കൊല്ലത്തെ വ്യവസായിയായ അനീഷ് ബാബു ആരോപിച്ചു. കൂടുതൽ ED ഉദ്യോഗസ്ഥരുടെ പേരുകളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 8 വർഷം മുമ്പുള്ള വിവരങ്ങളാണ് ED തന്നോട് ആവശ്യപ്പെട്ടത്. ഈ രേഖകൾ ലഭ്യമാക്കാൻ കാലതാമസമുണ്ടായി. എന്നാൽ തുടക്കം മുതൽ ED ഉദ്യോഗസ്ഥൻ തന്നെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നുവെന്ന് അനീഷ് ബാബു പറഞ്ഞു. വിൽസൺ എന്നൊരാളാണ് ഇടപാടുകൾ നടത്തിയത്. രേഖകൾ നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. PMLA നിയമപ്രകാരമാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ED ഉദ്യോഗസ്ഥർക്കെതിരായ എല്ലാ തെളിവുകളും വിജിലൻസിന് കൈമാറിയിട്ടുണ്ടെന്നും അനീഷ് ബാബു വ്യക്തമാക്കി. രാജ്യത്ത് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം കുറഞ്ഞു. ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ കുറവ്. 23 സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളുകളിലാണ് വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ഗണ്യമായ കുറവുണ്ടായത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആവശ്യപ്പെട്ടു. PM പോഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ അവലോകന യോഗത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഗണ്യമായ കുറവ് കണ്ടെത്തിയത്. ന്യൂനമർദ്ദ സാധ്യത. ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടെ കനത്ത മഴ. ജാഗ്രതാ നിർദ്ദേശം. അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം തെക്കൻ അറബിക്കടൽ കന്യാകുമാരി മേഖലയിൽ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ചു. കേരളത്തിൽ നാളെ മുതൽ മഴ സജീവമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. മെയ് 20 കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.